السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل الكتاب ليخرج الناس من الظلمات إلى النور. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. ഖുർആൻ പഠനത്തിനുള്ള പൊഴി 10-ാം ദിവസം. അൽ-ഫാത്തിഹയിലെ 2 സൂക്തങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദു, സർവസ്തുതിയും, ലില്ലാഹ്, അല്ലാഹ്ക്കാകുന്നു, റബ്ബ്, രക്ഷിതാവായ, അൽ ആലമീൻ, ലോകങ്ങളുടെ, അർ റഹ്മാൻ, പരമകാരുണികൻ, അർ റഹീം, കരുണാനിധി. അൽഹംദുലില്ലാഹ്, സ്തുതി, സർവസ്തുതിയും അല്ലാഹ്ക്കാകുന്നു, റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ, അർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ. ആദ്യത്തെ വാക്ക് അൽ ഹംദു എന്നതാണ്. അതിനെ അൽ ഒഴിവാക്കിയാൽ ഹംദുൻ എന്ന് 2 വമ്മിട്ടാണ് എഴുതേണ്ടത്. ഹംദുൻ എന്ന് പറഞ്ഞാൽ സ്തുതി. അൽ ഹംദു എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ സ്തുതിയെയും കൂടി ഒരുമിച്ച് പറയാൻ വേണ്ടിയാണ്. അൽ ഹംദു, സർവ സ്തുതിയും. ലില്ലാഹ് എന്നത് ലി അധികം അള്ളാഹ് എന്നാണ്. ലി അധികം അള്ളാഹ് എന്ന് പറയുമ്പോൾ ലി വേറെയും അള്ളാഹ് എന്നിടത്ത് അലിഫും 2 ലാമും ഹാമാണ് എഴുതേണ്ടത്. അത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ അറബികൾ സാധാരണ എഴുതി വരുന്നത് ലില്ലാഹ് എന്നെഴുതി വരുന്നിടത്ത് അലിഫ് ഒഴിവാക്കിയിട്ട് ലി അതിനോടൊപ്പം ചേർന്നാണ് വരുന്നത്. നമ്മൾ നേരത്തെ ബില്ലാഹി എഴുതിയപ്പോൾ ബി അള്ളാഹ് എന്ന വാക്കിലേക്ക് ചേർന്നാണ് വന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അതേപോലെ ലി എന്നത് ഒറ്റ അക്ഷരമാണ്. ആ ഒറ്റ അക്ഷരമായതുകൊണ്ട് അടുത്ത വാക്കിനോടൊപ്പം ചേർന്നായിരിക്കും അത് വരിക. ലില്ലാഹ്, റബ്ബ്, രക്ഷിതാവ്, നാഥൻ, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അൽ ആലമീൻ, അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ. അപ്പോൾ അതിൻ്റെ ഏകവചനം പറഞ്ഞാൽ ആലമുൻ എന്നാണ് വരിക. ആലമുൻ, ലോകം. അപ്പോൾ അതിൻ്റെ ബഹുവചനം വരുമ്പോൾ ആലമൂനയാണ് യഥാർത്ഥ ബഹുവചനം. പിന്നീട് അത് സന്ദർഭത്തിനനുസരിച്ച് ആലമീന എന്നും വരും. ആലമുൻ ബഹുവചനം എടുക്കുമ്പോൾ ഊന ചേർത്ത് ആലമൂന എന്നാണ് വരിക. അത് സന്ദർഭത്തിനനുസരിച്ച് ആലമീന എന്നും വരും. എന്നാൽ ഖുർആൻ എടുത്ത് നോക്കിയാൽ അതിൽ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും 1 2 1 പ്രാവശ്യം ഗാനം ആലമൂൻ എന്ന് വന്നിട്ടുണ്ടാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ആലമീന എന്നായിരിക്കും ഉണ്ടാവുക. കാരണം റബ്ബ് എന്ന വാക്കിനോടൊപ്പം ചേർന്നിട്ടാണ് അത് വരിക. അപ്പോൾ റബ്ബുൽ ആലമീന എന്ന് മാത്രമേ വരികയുള്ളൂ. അപ്പോൾ ആലമുൻ എന്നതിൻ്റെ എന്നാണ് ഏകവചനം. അതിൻ്റെ ബഹുവചനം ആലമൂന എന്നാണ്. ആലമീന എന്നും ചില സന്ദർഭത്തിൽ വരാം. അൽഹംദു കഴിഞ്ഞപ്പോൾ നമ്മൾ ലീ പറഞ്ഞു. ലില്ലാഹ്, അല്ലാഹ്ക്കാകുന്നു. അപ്പോൾ ലീയുടെ അർത്ഥം എന്താ? ലി, ഇക്ക്, ഇന്, വേണ്ടി എന്നാണ്. ലി എന്ന് പറഞ്ഞാൽ ഫോർ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫോർ, FOR, ഫോർ. ലി, ഇക്ക്, ലില്ല, അള്ളാഹ്ക്ക്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആലമുൻ ലോകം, ആലമൂൻ ലോകങ്ങൾ. അർ റഹ്മാനും റഹീമും നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളെന്താ തീരുമാനിക്കേണ്ടത്? നമ്മൾ ഇത്രയും വാക്കുകൾ ദിനേനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദിനേനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഖുർആൻ വായിക്കുമ്പോൾ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം വായിക്കുകയാണെങ്കിൽ ദിനേനെ ആശയം ഉൾക്കൊള്ളുന്നതിൻ്റെ ശതമാനം നിങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് നിങ്ങൾക്ക് 1% മനസ്സിലാകുന്നുള്ളത് നാളെ 2% മനസ്സിലാവും, അടുത്ത ദിവസം കൂടുതൽ മനസ്സിലാവും. ഇത് ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും അതേപോലെ അല്ലാഹുവും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ടും അങ്ങനെയാണ് സംഭവിക്കുക. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ദിവസവും നിങ്ങൾ അർത്ഥമറിഞ്ഞ് അർത്ഥം മനസ്സിലാക്കി വായിക്കുന്ന പേജുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഒരു പേജ് എന്തായാലും വായിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് നമ്പറിലേക്ക് ഇടണം. ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.